മാതൃക എന്ന് പറയുന്നത് ജീവിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഓരോ സ്വയംസേവകനും. നിരന്തരമായി രാമനെയും സീതയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്, രാമായണത്തെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 3 രൂപയുടെ മൂലധനത്തിൽ ആരംഭിച്ച ടാബ്ലോയിഡ് സൈസിലുള്ള ഒരു വാരികയായിരുന്നു കേസരി എന്ന് പറയുന്നത്. ആഹാര സംസ്കാരത്തെക്കുറിച്ച് ഞാനിപ്പോഴൊന്നുമല്ല, ഞാൻ അവിടെ നടത്തിയ പ്രസംഗം അതിനു മുമ്പ് പല സ്ഥലത്തും നടത്തിയ പ്രസംഗങ്ങളാണ്. സംവാദ സംസ്കാരം കേരളത്തിന് നഷ്ടപ്പെട്ടു. കേസരി വാരികയുടെ മുഖ്യപത്രാധിപരും മുതിർന്ന RSS പ്രചാരകനും സാഹിത്യകാരനുമായ ഡോക്ടർ NR മധുവാണ് നമ്മോട് കൂടെ ഇന്ന് ഫേസ് ടു ഫേസിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള കേസരി വാരിക ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് അതിൽ അഭിപ്രായം എഴുതുകയും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഈ വാരികയിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാരികയ്ക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ടോ, അല്ലെങ്കിൽ കേസരി എങ്ങനെയാണ് മറ്റുള്ള വാരികകളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? കേസരി സവിശേഷമായ ഒരു സാഹചര്യത്തിൽ ആരംഭിച്ച ഒരു വാരികയാണ്. അത് മഹാത്മാഗാന്ധി വധത്തിന് ശേഷം ഭാരതത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനത്തെ ഗാന്ധിവധത്തിൻ്റെ ഉത്തരവാദികളാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമം നടന്നിരുന്നു. അതിൽ പ്രധാനമായി പങ്കുവഹിച്ചത് കോൺഗ്രസും അതുപോലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ദ്വിതീയ സർസംഘചാലകായിരുന്ന പരംപൂജനീയ ഗുരുജി ഗോൾവൽക്കർ സംഘനിരോധനത്തിന് ശേഷം, ഗാന്ധിവധത്തോടനുബന്ധിച്ച് സംഘത്തെ നിരോധിച്ചിരുന്നു. ആ നിരോധനത്തിന് ശേഷം ഭാരതവ്യാപകമായി സഞ്ചരിക്കുകയും സംഘത്തിൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വന്നു, ഈ കോഴിക്കോട് വന്നു. ഇവിടെ അന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സംഘത്തിൻ്റെ പ്രചാരകന്മാർ പ്രധാനമായിട്ടും ശങ്കരശാസ്ത്രിജി എന്ന് പറയുന്ന നാഗപ്പൂരിൽ നിന്ന ഒരു പ്രചാരകനും, അതുപോലെ കേരളത്തിലെ സംഘപ്രചാരകന്മാരിൽ ആദ്യ പ്രചാരകന്മാരിൽ ഒരാളായ P. പരമേശ്വർജി അവരായിരുന്നു. അവർ ഇവിടെയുള്ള മാധ്യമങ്ങളെയെല്ലാം ഈ ഗുരുജി വരുന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഗുരുജി സംഘത്തിൻ്റെ നിരപരാധിത്വം വളരെ വസ്തുനിഷ്ഠമായി ആ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. പക്ഷേ അതൊന്നും മാധ്യമങ്ങളിൽ പിറ്റേ ദിവസമോ അടുത്ത ദിവസങ്ങളൊന്നും വന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് സ്വർഗീയ പരമേശ്വർജിയും ശങ്കരശാസ്ത്രിജിയും ഒക്കെ മാധ്യമങ്ങളിൽ പോയി അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ളതല്ല എന്ന നിലപാടെടുത്തു. ആ സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന ആവശ്യം വരികയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലെല്ലായിടത്തും ഈ പ്രശ്നമുണ്ടായി. കാരണം പ്രമുഖ രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യത്തെക്കുറിച്ച് പറയുമെങ്കിലും ജനാധിപത്യത്തിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും വിശ്വസിച്ചിരുന്നില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ്. അപ്പോൾ അതുകൊണ്ട് സംഘത്തിൻ്റേതായ ഒരു ജിഹ്വ ആവശ്യമാണ് എന്ന് തോന്നിയിട്ട് ഇത്തരം ഒരു, അന്ന് പത്രം ആരംഭിക്കാനുള്ള ശേഷിയൊന്നും സംഘത്തിനില്ല. കാരണം അത്രയും ബാല്യത്തിൽ ആണ് സംഘടന നിൽക്കുന്നത്. വളരെ കുറച്ച് ശാഖകളും പ്രവർത്തകരും മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രവർത്തകരുടെ കൈകളിൽ നിന്നും ശേഖരിച്ച 3 രൂപ മൂലധനം, ആ 3 രൂപയുടെ മൂലധനത്തിൽ ആരംഭിച്ച ടാബ്ലോയിഡ് സൈസിലുള്ള ഒരു വാരികയായിരുന്നു കേസരി എന്ന് പറയുന്നത്. ശങ്കരശാസ്ത്രിജിയും P. പരമേശ്വർജിയും അത് ആരംഭിക്കുന്നത്. ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം എല്ലാ കാലത്തും നിലകൊണ്ടത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്. രാഷ്ട്രത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത് രാഷ്ട്രീയമാണ് എങ്കിൽ, സത്യത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നതിൻ്റെ അർത്ഥവിപര്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ നിലയ്ക്ക് കേസരിക്ക് രാഷ്ട്രീയമുണ്ട്. അത് ദേശത്തിൻ്റെ രാഷ്ട്രീയമാണ്, ദേശീയതയുടെ രാഷ്ട്രീയമാണ്. അത് ഉറക്കെ പറയാനുള്ള ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്കാണ് കേസരി ആരംഭിച്ചത്. കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിൽ ദേശീയതയുടെ ശബ്ദമാവുന്നതാണോ കേസരി പുലർത്തുന്ന വ്യത്യസ്തത? നിശ്ചയമായിട്ടും. കാരണം പശ്ചിമഘട്ടത്തിനിപ്പുറം ദേശീയത എന്ന് പറഞ്ഞാൽ അതൊരു അധമ വികാരമാണ് എന്ന ഒരു ചിത്രീകരണം ഉണ്ട്. അതിന് പ്രധാനമായിട്ട് കാരണം കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസവും ജിഹാദിസവും രണ്ടും ദേശീയതയിൽ വിശ്വസിക്കുന്നില്ല. ഈ കേരളത്തിൽ ജിഹാദി രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും പരസ്പരം കൈകോർത്തുകൊണ്ടാണ് നീങ്ങുന്നത്. ദേശീയ ബോധം എന്ന് പറയുന്ന ഒരു അധമ വികാരമാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അന്തർദേശീയതയാണ് ശ്രേഷ്ഠം, അതിർത്തികൾ മായണം എന്നാണല്ലോ കമ്മ്യൂണിസം തന്നെ പറയുന്നത്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രവും അതിൻ്റെ അയൽ രാജ്യത്തിൻ്റെ അതിർത്തികൾ മായ്ക്കാൻ ഇന്നുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ കാലത്തും കമ്മ്യൂണിസം എന്ന് പറയുന്നത് ദേശീയതയ്ക്കെതിരായിരുന്നു.
ജിഹാദി അല്ലെങ്കിൽ ഇസ്ലാമിക മതമൗലികവാദവും ദേശീയതയ്ക്കെതിരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മതം മാത്രമേ പ്രസക്തമാകുന്നുള്ളൂ, ദേശീയത പ്രസക്തമാകുന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് ദേശീയത എന്ന് പറയുന്ന അതൊരു വികാരമാണ്. ദേശീയത എന്ന് പറയുന്ന ആ വികാരത്തെ അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് കേസരി തന്നെയാണ്. കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾ, ഇപ്പോൾ പത്രമാധ്യമങ്ങളായാലും ഇതുപോലെ വാരികകളായാലും കൂടുതലും ഒരു ഇടതുപക്ഷ അനുകൂലമായ കാര്യങ്ങളാണ് അവരുടെ ലേഖനങ്ങളായാലും റിപ്പോർട്ടുകളായാലും എല്ലാത്തിലും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സാധ്യത, ഇങ്ങനെയൊരു അവസ്ഥ നിലനിൽക്കുന്ന ഈ ഒരു സമൂഹത്തിൽ കേസരിക്കുള്ള വെല്ലുവിളികളും അതുപോലെ തന്നെ സാധ്യതകളും എന്താണ്? അതുപോലെ ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഒരു പക്ഷം പിടിക്കുന്ന സമയത്ത് അവർ അതിൻ്റെ കൂടെ തന്നെ ചില നുണപ്രചരണങ്ങളും തെറ്റായ വാർത്തകളും ഒക്കെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതും അവരുടെ സത്യസന്ധതയും ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള ഒരു അതിർവരമ്പുകൾ എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത്? മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ജനാധിപത്യ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് അനിവാര്യമായി ഉണ്ടാവേണ്ടതാണ് മാധ്യമം എന്ന് പറയുന്നത്. ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു സ്ഥാപനത്തിലും പ്രസ്ഥാനത്തിലും രാജ്യത്തും രാഷ്ട്രീയ സംവിധാനത്തിലും ഒന്നും മാധ്യമങ്ങൾക്ക് പ്രസക്തിയില്ല. 100% ഇനി അഥവാ മാധ്യമങ്ങളെ അനുവദിച്ചാൽ തന്നെ 100% സെൻസർഷിപ്പിന് വിധേയമാണ്. അപ്പം കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ എപ്പോഴും അവരുടെ ഔദ്യോഗിക മാധ്യമങ്ങളെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ, മറ്റുള്ളവയ്ക്കൊന്നും പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഒരു ജനാധിപത്യ സാമൂഹിക ക്രമത്തിലാണ് മാധ്യമങ്ങളുടെ പ്രസക്തി ഉണ്ടാവുന്നത്. നിർഭാഗ്യവശാൽ ഈ ഏകാധിപത്യ പ്രവണതയുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ വേരോട്ടം ഉണ്ടായി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതുകൊണ്ട് അവർ മറ്റ് എല്ലാ മാധ്യമങ്ങളെയും തമസ്കരിക്കാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ ഔദ്യോഗിക മാധ്യമമുണ്ട്, ആ ഔദ്യോഗിക മാധ്യമം പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള നിലയിൽ അവർ ചിത്രീകരിക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാധ്യമങ്ങൾ നുണ പറയുക എന്ന് പറയുന്നത് സത്യത്തിലൊരു ഫാസിസത്തിൻ്റെ സ്വഭാവമാണ്. ഈ ഫാസിസത്തിൻ്റെ പ്രവണത നമുക്കറിയാം. ഇന്ന് ലോകത്ത് ഫാസിസം അടയാളപ്പെടുന്നത് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഒക്കെ, അപ്പോൾ നാസിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ അവിടെ ഈ നാസി ഭരണകൂടത്തിലും ഫാസിസ്റ്റ് ഭരണകൂടത്തിലും എപ്പോഴും നുണ ശാസ്ത്രീയമായി പ്രചരിപ്പിക്കാനുള്ള സംവിധാനമുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഗീബൽസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും നാസിസത്തിനും ഫാസിസത്തിനും എതിരെ പറയുമെങ്കിലും ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയമായി നുണ പ്രചരിപ്പിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിൽ ഹിറ്റ്ലർ ഒന്നും അല്ല അവരുടെ മുന്നിൽ. അപ്പം സ്റ്റാലിൻ്റെയും മുസോളിനിയുടെയും സ്റ്റാലിൻ്റെയും അല്ലെങ്കിൽ ലെനിൻ്റെയും ഒക്കെ കാലത്ത്, ഇങ്ങനെ ഗോർബച്ചേവ് വരെയുള്ളവരുടെ കാലത്ത് റഷ്യയിലും ചൈനയിലും എല്ലാം ഔദ്യോഗിക വാർത്ത എന്നുള്ള നിലയിൽ പുറത്തേക്ക് അയക്കുന്നത് മുഴുവൻ നുണകളായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ പ്രവണത മാർക്സിസ്റ്റ് പാർട്ടിക്ക് മേൽക്കൈയുള്ള കേരളത്തിൽ നിലനിൽക്കുകയാണ്. മാധ്യമങ്ങളുടെ ശക്തി എന്താണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മാധ്യമ സ്കൂളുകളെ, മീഡിയ സ്കൂളുകളെ മുഴുവൻ അവരവരുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അപ്പം അവർക്ക് നിയന്ത്രണമുള്ള അവരുടെ തന്നെ ഒക്കെ ആയിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് പടച്ചുവിടുന്ന മാധ്യമ പ്രവർത്തകർ അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്തുള്ള മാധ്യമ പ്രവർത്തനം, ഇപ്പം മഹാത്മാഗാന്ധി മാധ്യമ പ്രവർത്തനമായിരുന്നു. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ മൂല്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നടക്കേണ്ട ഒന്നാണ് എന്ന് കരുതപ്പെട്ടിരുന്ന കാലത്തൊന്നും മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ താല്പര്യങ്ങളും അധികാരവാഴ്ചയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നുണകളുടെ പ്രചരണങ്ങളും എല്ലാമായി അധപ്പതിച്ചു എന്നുള്ളതാണ് സത്യം. മാധ്യമപ്രവർത്തനത്തിന് ഒരു കുലീനതയുണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകനൊരു അന്തസ്സുണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് ആധുനിക കാലത്ത് ജനാധിപത്യ സമൂഹത്തിൽ പോലും മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് മുതലാളി, മാധ്യമ ഉടമസ്ഥൻ തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് മറ്റൊരു കച്ചവട സ്ഥാപനത്തെ പോലെ ഇന്നൊരു കച്ചവട സ്ഥാപനമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഏതൊരു കച്ചവട സ്ഥാപനവും പ്രവർത്തിക്കുന്നത് ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചാനലുകളിലൊക്കെ ഈ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ കാണുന്നു. അപ്പം ഇന്നലത്തെ ഒരു വാർത്ത തന്നെ നമ്മൾ ശ്രദ്ധിക്കൂ. ഇന്നിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ഈ ദിവസം, ഇന്നലെ തലേ ദിവസം ഉണ്ടായത് എന്താണ്? ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ള വാർത്തയാണ്. കണ്ണൂരിൽ ഏതാനും മണിക്കൂർ കൊണ്ട് ഗോവിന്ദച്ചാമി പിടിയിലായി. കേരളത്തിലെ ഒരു മാധ്യമം, ഞാൻ ആ മാധ്യമത്തിൻ്റെ പേരോടെ പരാമർശിക്കുന്നില്ല, വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ അലറി വിളിച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് മാത്രം കിട്ടിയ ദൃശ്യം എന്നാണ്. ഇപ്പോൾ ഈ ഞങ്ങൾക്ക് മാത്രം കിട്ടിയ ദൃശ്യം എന്നതിൽ ഉള്ള അഹങ്കാരം, അപ്പം ഇത് എല്ലാ മാധ്യമങ്ങളിലും ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷനായി മാറുന്നു. കാരണം എൻ്റെ പ്രൊഡക്റ്റാണ് ഏറ്റവും മൂല്യമുള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള
ഒരു പരിശ്രമമാണ് ഇന്ന് നടക്കുന്നത്. അപ്പം ഈ മത്സരത്തിനിടയിൽ ചോർന്നു പോകുന്നത് ചില മൂല്യങ്ങളാണ്. അപ്പോൾ ആ മൂല്യാധിഷ്ഠിത മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും ഇന്ന് കച്ചവടാധിഷ്ഠിത മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നു. അവിടെയാണ് കേസരിയെ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഇത് കച്ചവട സ്ഥാപനമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, ഇത് മൂല്യാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ മൂല്യങ്ങളെയും ദേശീയതയും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു മാധ്യമ മുതലാളിയുമായിട്ടും കോംപ്രമൈസ് ചെയ്യില്ല, ഒരു രാഷ്ട്രീയ മേധാവിയുമായിട്ടും കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളതാണ് നാളിതുവരെയുള്ള കേസരിയുടെ ചരിത്രം. ഒരു പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിൽ സത്യസന്ധത കുറയും എന്ന മുൻവിധി ഉള്ള ആ ചോദ്യം വരാൻ തന്നെ കാരണം കേരളത്തിൽ ജീവിക്കുന്ന ഒരു മാധ്യമ വിദ്യാർത്ഥിയുടെ മനസ്സിനെ ഇടതുപക്ഷം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നിങ്ങൾ വലതുപക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ അറിയാതെ നിങ്ങളെ ഇടതുപക്ഷം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം കേരളത്തിൽ രൂഢമൂലമായി കിടക്കുന്ന ചില ഇടതുപക്ഷ ചിന്തകളാണ്. അപ്പോൾ ഒരു ഇടതുപക്ഷ ചിന്ത നമ്മളെ അറിയാതെ നമ്മുടെ അബോധ മനസ്സിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരു പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത ഉണ്ടാകുന്നവർ മുൻവിധിയോടുകൂടി വിഭാഗീയതയോടുകൂടി പ്രവർത്തിക്കും എന്ന നിലയിലേക്ക് നമ്മൾ മാറുന്നത്. അതുകൊണ്ട് അതിൽ നിന്നാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. മുൻവിധിയോടുകൂടി വിഭാഗീയതയോടുകൂടി കേസരി പോലെയുള്ള ഒരു മാധ്യമം നടത്തിയ ഒരു പ്രചരണം അല്ലെങ്കിൽ ഒരു വാർത്ത എടുത്ത് മുന്നോട്ട് വെച്ചാൽ ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു വാർത്തയും എടുത്ത് മുന്നോട്ട് വയ്ക്കാൻ ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. താങ്കളൊരു RSS പ്രചാരകൻ കൂടിയാണ്. അപ്പോൾ കേരളം പോലുള്ള ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ RSSൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും RSSനെ മാതൃസംഘടനയായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിയുടെ സ്വാധീനം ഇപ്പോൾ ശക്തമായ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലും അതായത് ഒരു ആൻറ്റി ഹിന്ദു അല്ലെങ്കിൽ ആൻറ്റി ബ്രാഹ്മൺ അങ്ങനെ ഒരു ഇന്ത്യക്കെതിരെ പോലും മുദ്രാവാക്യങ്ങളും ഐഡിയോളജികളും വരുന്ന ഒരു സ്ഥലത്ത് പോലും ഇന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ RSSൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, BJPയുടെ പ്രവർത്തനമുണ്ട്. അപ്പോൾ ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ആ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിപ്ലവകരമായ മാറ്റമല്ല. ഇതൊരു പരിവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഓരോ ലെവലായിട്ടാണ് ഈ ലെവലിലേക്ക് ഇത് വ്യാപിച്ചത്. അപ്പോൾ ആ വളർച്ചയുടെ ഘട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇതൊരു നല്ല ചോദ്യമാണ്. കാരണം ഈ വിപ്ലവം എന്ന വാക്ക് ഇതിനകത്ത് വന്നതുകൊണ്ട് തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളെയും RSSനെയും താരതമ്യപ്പെടുത്താൻ സുവർണ അവസരം എനിക്ക് വന്നിരിക്കുകയാണ്. ഒന്ന്, RSS വിപ്ലവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ ജിഹാദി പാർട്ടികളോ ഒക്കെ പറയുന്ന പോലെ ഞങ്ങൾ വിപ്ലവത്തിൽ വിശ്വസിക്കുന്നില്ല, റവല്യൂഷനിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് എവല്യൂഷനിലാണ്. ഈ എവല്യൂഷനും റവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ പ്രോഗ്രസ് എന്നുള്ളതാണ്, ക്രമാനുഗതമായ വളർച്ച. എവല്യൂഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഡാർവിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് എവല്യൂഷൻ സംഭവിക്കുന്നത് ഒരു പ്രതികൂലമായ പരിതസ്ഥിതിയെ അതിജീവിക്കാനുള്ള ജീവവർഗത്തിൻ്റെ ആന്തരികമായ ത്വരയിൽ നിന്നാണ് പരിണാമം സംഭവിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉണ്ടായത് തന്നെ ഇത്തരം ഭാരതത്തിൻ്റെ ദേശീയ സമൂഹത്തിൽ നിരവധി പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി ഉണ്ടായ രാഷ്ട്ര ശരീരത്തിലെ നൈസർഗികമായ രൂപാന്തരമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘമായി മാറിയത്. വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് അത് പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നത് ദുരന്തങ്ങളാണ്, കൂട്ടക്കൊലകളും പലായനങ്ങളും ഒക്കെയാണ്. വിപ്ലവകാരികളോട് നിങ്ങൾ ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ മഹത്തായ ലക്ഷ്യങ്ങൾ അവർ പറയുന്നുണ്ടാവും. പക്ഷേ ആത്യന്തികമായി എല്ലാ വിപ്ലവങ്ങളും ദുരന്തമായിട്ടാണ് കലാശിച്ചിട്ടുള്ളത്. അപ്പം വിപ്ലവം എന്ന് പറയുന്നത് നൈസർഗികമായി സംഭവിക്കുന്നതല്ല. പലപ്പോഴും അത് ഒരു പൊട്ടിത്തെറിയായി ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു ദുരന്തമായിട്ടാണ് കലാശിക്കുന്നത്. അത് വിപ്ലവം സംഭവിച്ചു എന്ന് പറയുന്ന റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഒക്കെ നമുക്കറിയാം. ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അവർ വിപ്ലവം സംഭവിച്ചു എന്ന് പറയുന്നത്, ആ പ്രത്യയശാസ്ത്രവും ഇന്നത്തെ അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല.
പക്ഷേ കമ്മ്യൂണിസം ഈ ഒരു ആശയം എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്ന ഹയസ്റ്റ് ക്ലാസ്, എക്കണോമിക്കലി അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ എതിർത്തുകൊണ്ട് വരുന്നതല്ലേ വിപ്ലവം? അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അതിൻ്റെ ഭാഗമായി അടുത്ത ജനറേഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത രീതിയിൽ എക്സ്പ്ലോയിറ്റേഷൻ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ അങ്ങനെ ആ ഒരു ആശയത്തിനെ എതിർത്തുകൊണ്ടല്ലേ വരുന്നത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിനെതിരെയുള്ള തൊഴിലാളികളുടെ പ്രക്ഷോഭമാണ് എന്ന് ഏറ്റവും ലളിതമായി നിങ്ങൾ പറയുകയാണ് ചെയ്തത്. മിലാവൻ ജിലോസി എന്ന് പറയുന്ന ഒരു വലിയ ചിന്തകനുണ്ട്. അയാൾ കമ്മ്യൂണിസത്തെ നന്നായി പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് ഈ മുതലാളിയുടെ സ്ഥാനത്ത് പാർട്ടി വന്നു എന്നുള്ളതാണ് വിപ്ലവം കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കുത്തക മുതലാളി എന്ന് പറയുന്നത് പിണറായി വിജയനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നോ ഒരു മുതലാളിത്ത സാമൂഹ്യ ക്രമത്തിൽ ഉണ്ടായിരുന്ന അഴിമതികളുടെ സ്വഭാവം, ആ അഴിമതികളുടെ പൂർണ്ണ സ്വഭാവത്തോടു കൂടിയാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത്. കേരളത്തിലെ കുത്തക മുതലാളിമാരുമായി അവിഹിതമായ ബന്ധം പുലർത്തിയതിൻ്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് നിരന്തരം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഒക്കെ സംഭവിച്ചത് കുത്തക മുതലാളിമാർക്കെതിരെയുള്ള തൊഴിലാളി വർഗത്തിൻ്റെ സമരത്തിൻ്റെ ആത്യന്തികമായ റിസൾട്ട് എന്ന് പറയുന്നത് മുതലാളിയുടെ പേര് മാറിയെന്ന് മാത്രമാണ്. പാർട്ടി മുതലാളിയായി മാറി. ഇന്ന് ഏറ്റവും കൂടുതൽ സ്വത്തുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്, റഷ്യയിലൊക്കെ അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇന്ന് അത് തകർന്നു. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വത്തുള്ള പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ന് ആകെ കേരളത്തിലാണ് അധികാരത്തിലുള്ളത്. കേരളത്തിൽ മാത്രമാണ് അധികാരത്തിലുള്ളത്. നമ്മൾ കണ്ടു ത്രിപുരയിലും അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലും ഒക്കെ പാർട്ടിക്ക് എത്രമാത്രം സ്വത്തുണ്ടായിരുന്നു. ജനങ്ങൾ അവസാനം അതിനെല്ലാം കടപുഴക്കി എറിഞ്ഞു എന്നുള്ളത് വേറെ വിഷയം. അപ്പം സംഭവിക്കുന്നത് മുതലാളിത്തത്തിനെതിരെ നടക്കുന്ന വിപ്ലവം ആത്യന്തികമായി പാർട്ടിയെ മുതലാളിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മുതലാളിത്തം കൊണ്ട് ജനങ്ങൾക്ക്, തൊഴിലാളിക്ക് എന്തൊക്കെ ബാധോപദ്രവങ്ങളാണോ ഉണ്ടായിരുന്നത് ആ ബാധോപദ്രവങ്ങൾ മുഴുവൻ പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ അധികാര കേന്ദ്രം മാറുന്നതേ ഉള്ളൂ, അധികാരത്തിൻ്റെ സ്വഭാവം മാറുന്നില്ല. അപ്പോൾ ഈ വിപ്ലവം എന്ന് പറയുന്നത് തന്നെ ശുദ്ധമായ അസംബന്ധമാണ്. ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് ഇവർ പറയുന്നു. ഈ ദാരിദ്ര്യത്തെ ജനറലൈസ് ചെയ്യലോ അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ദരിദ്രരാകണം എന്നോ എല്ലാവരും മുതലാളിമാരാകണമെന്നോ ഏതാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം മുതലാളിയോടുള്ള അസൂയ, ഉള്ളവനോടുള്ള അസൂയ, അതിൽ നിന്നും പ്രവർത്തിക്കുന്ന വിപ്ലവം തൊഴിലാളിയെ മുതലാളിയാക്കാനാണോ ശ്രമിക്കുന്നത്? അതോ എല്ലാവർക്കും തുല്യമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവരാനാണോ ശ്രമിക്കുന്നത്? എല്ലാവർക്കും തുല്യമായ ജീവിത സാഹചര്യമാണ് എങ്കിൽ അത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തും നടന്നിട്ടില്ല, ഒരിടത്തും നടക്കുന്നില്ല. കേരളത്തിലേക്ക് നിങ്ങൾ വരൂ, എന്താണ് അവസ്ഥ? കേരളത്തിൽ കറകളഞ്ഞ കമ്മ്യൂണിസത്തിൻ്റെ ഭരണമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കമ്മ്യൂണിസ്റ്റ് ഭരണം നടത്തുന്ന ഈ കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്കില്ലാത്ത സുരക്ഷയിലാണ് സഞ്ചരിക്കുന്നത്, അല്ലേ? ജനകീയനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ? എന്തിനാണ് ഇത്രയും വലിയ രക്ഷാദൗത്യങ്ങൾ? നിങ്ങൾ കണ്ടതല്ലേ, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ രക്ഷാദൗത്യം എന്നാണ് പറയുന്നത്. പാർട്ടി സഹാക്കന്മാർ ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ കരിങ്കൊടി കാണിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അത്തരം ജനകീയ സമരങ്ങളെ പാർട്ടി അണികൾ അടിച്ചമർത്തുന്നു. ഇത് റഷ്യയിലാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ചൈനയിൽ ടിയാൻമെൻ സ്ക്വയറിൽ എന്താ സംഭവിച്ചത്? ചൈനയിലെ ഏകാധിപത്യ ഭരണത്തിനെതിരെ വിദ്യാർത്ഥികൾ സമരം നടത്തി. പാർട്ടി അവരുടെ മേലെ ടാങ്കുകൾ കയറ്റി കൊല്ലുകയല്ല ചെയ്തേ. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യത്തെക്കുറിച്ച് ഘോരഘോരം പറയും, മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയും, മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും. ഇതെല്ലാം നിഷേധിക്കുകയും ചെയ്യും. ഇത് തന്നെയല്ലേ മുതലാളിത്തം ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ ഏകാധിപതികൾ ചെയ്യുന്നത്? അപ്പോൾ സോഷ്യലിസത്തെക്കുറിച്ച് പറഞ്ഞ് അധികാരം വാങ്ങിയാൽ മറ്റൊരു മുതലാളിയായി പാർട്ടി മാറുകയാണ്, മറ്റൊരു ഏകാധിപതിയായി പാർട്ടി മാറുകയാണ്. ഇതാണ് ലോകത്തെല്ലായിടത്തും നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു പുതിയ ചിന്താധാരയായിട്ടാണോ RSS ഈ സർക്കാരുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളത്? രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരിക്കലും പ്രതിക്രിയാത്മകമായി ഉണ്ടായ ഒരു സംഘടനയല്ല. പലപ്പോഴും പലരും പറയാറുണ്ട് മുസ്ലിം ഭീകരതയ്ക്കെതിരെ ഉണ്ടായ ഒരു സംഘടനയാണ് RSS. അല്ല, മുസ്ലിങ്ങൾ ലോകത്തുണ്ടായിരുന്നില്ല എങ്കിൽ പോലും രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉണ്ടാകും. അതൊരു സർഗാത്മകമായ, ഞാൻ പറഞ്ഞല്ലോ, എവല്യൂഷനാണ്. എവല്യൂഷൻ എന്നതാണ് അത് ഉണ്ടാകുന്നത്, റവല്യൂഷൻ എന്നല്ല.
അപ്പം ഇങ്ങനെ ഒരു പ്രതിക്രിയാത്മകതയല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അങ്ങനെ പ്രതിക്രിയാത്മകമാണെങ്കിൽ ലോകത്തുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം RSSൻ്റെ ശത്രുക്കളാവും. അങ്ങനെ ഒരു ശത്രുത RSSനില്ല. ഇപ്പം മുസ്ലിങ്ങൾ RSSൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ RSSുമായി ബന്ധമുള്ള നിരവധി സംഘടനകളിൽ മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കൂ, കേരളത്തിൽ ഞാനടക്കമുള്ളവർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലേക്ക് വരുന്ന കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്നാണ്. ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേരളത്തിലെ ഒരു മധ്യവയസ്സ് വരെ ഉള്ളവരുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അവരുടെ എല്ലാ പശ്ചാത്തലം 99% പശ്ചാത്തലം കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് RSSലേക്ക് വരുന്നതാണ്. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരോട് നമുക്ക് വിരോധമില്ല, ക്രിസ്ത്യൻ മതത്തോട് വിരോധമില്ല, മുസ്ലിം മതത്തോട് വിരോധമില്ല. അങ്ങനെ ഏതെങ്കിലും ഒന്നിനോടുള്ള വിരോധം കൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമല്ലിത്. എല്ലാത്തിനെയും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന നല്ല ആശയങ്ങളുണ്ട്, സോഷ്യലിസം നല്ല ആശയമാണ്. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മാർഗവും സംഗതികളൊക്കെയാണ് പ്രശ്നം. തന്നെ പോലെ തൻ്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്ന് ക്രിസ്തു പറയുന്നതിൽ നമുക്ക് എന്തെങ്കിലും ന്യൂനത കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അപ്പം എല്ലാ മതങ്ങളിലും നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളത് ഒരു വിവേചന ബുദ്ധിയോടുകൂടി അതിനെ സമീപിക്കണം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഉരകല്ല എന്ന് പറയുന്നത് നാടിനോടുള്ള കൂറ് മാത്രമാണ്. നാടിൻ്റെ പൊതു പൈതൃകത്തെയും സംസ്കാരത്തെയും നാടിനോടുള്ള സ്നേഹത്തിനും വിരുദ്ധ ചേരിയിൽ ആര് നിൽക്കുന്നു അവർ എതിർക്കപ്പെടേണ്ടവരാണ് എന്ന പക്ഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തുണ്ട്. അത് ക്രിസ്ത്യാനിയാണേലും ഹിന്ദു നാമധാരിയാണേലും മാർക്സിസ്റ്റ് ആണേലും മുസ്ലിം ആണേലും എല്ലാം RSSൻ്റെ മുന്നിൽ ഒരേ കണ്ണോടുകൂടിയാണ് കാണുക. RSS മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയമാണ് ഹിന്ദുത്വം. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഭൂരിപക്ഷം ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഹിന്ദുത്വത്തെ ഒരു രാഷ്ട്രീയ ആശയമായോ അല്ലെങ്കിൽ കേവലം ഒരു രാഷ്ട്രീയ ആശയമായോ അല്ലെങ്കിൽ ഒരു മതമായോ മാത്രമാണ് കാണുന്നത്. അതിൻ്റെ ഒരു വിശാലമായ കാഴ്ചപ്പാട് എന്താണ്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ എത്രത്തോളം ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് RSSൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? അല്ല, RSSനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് മാറേണ്ടതെന്നുണ്ടെങ്കിൽ RSSൻ്റെ ശാഖയിൽ വരിക മാത്രമേ മാർഗമുള്ളൂ മാറാൻ. ഒരു പുസ്തകം വായിച്ചതുകൊണ്ട് RSSനെ മനസ്സിലാക്കാൻ പറ്റില്ല. RSSൻ്റെ ഉള്ളിലേക്ക് കടന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ പൂർണ്ണമായും തെറ്റിദ്ധാരണകൾ മാറുകയുള്ളൂ. ഹിന്ദുത്വം എന്നത് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി പോലെയോ ഇസ്ലാം പോലെയോ അല്ല ഭാരതത്തിൽ. ക്രിസ്ത്യാനിറ്റിക്കും ഇസ്ലാമിനും അല്ലെങ്കിൽ മറ്റ് മതങ്ങൾക്കൊന്നും ഇല്ലാത്ത ചില സവിശേഷത ഭാരതത്തിൽ ഹിന്ദുത്വത്തിനുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഹിന്ദുത്വം ഭാരതത്തിൽ 3 തലങ്ങളിലാണ് വ്യാപിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രാഥമികമായ തലം രാഷ്ട്രീയ സ്വയംസേവക സംഘം ഊന്നുന്ന ആ പ്രാഥമിക തലത്തിലാണ്. അതെന്താണെന്ന് വെച്ചാൽ ഹിന്ദുത്വം എന്നത് ഒരു സംസ്കാരമാണ് എന്നുള്ളതാണ്. ആ സംസ്കാരത്തിൽ നിന്നും ഇവിടെ ഉരുത്തിരിഞ്ഞ ഒരു ദേശീയതയുണ്ട്, അതിനെ ഹിന്ദുത്വം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പം സംസ്കാരം എന്നുള്ള നിലയിൽ, ദേശീയത എന്നുള്ള നിലയിൽ ഹിന്ദുത്വം ഇവിടെ പ്രസക്തമാണ്. ഇനി 3ാമത്തെ തലമാണ് മതം എന്ന് പറയുന്നത്. മതം എന്നുള്ള അർത്ഥത്തിൽ, മതം എന്നുകൊണ്ട് നമ്മൾ ഇന്ന് സാർവലൗകികമായി അർത്ഥമാക്കുന്ന എന്താണ്? മതം എന്ന് പറഞ്ഞാൽ ഒരു ഉപാസന ആരാധന പദ്ധതിയാണ്. ദൈവം, പുണ്യഗ്രന്ഥങ്ങൾ, മറ്റു മതങ്ങളിലാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ, പ്രവാചകൻ, ആരാധനാലയം, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഹിന്ദു മതങ്ങളാണുള്ളത്, ഒരു ക്ലസ്റ്ററാണ്, അനേകം സമ്പ്രദായങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ചിലപ്പോൾ ചിലതെങ്കിലും പരസ്പരം വിരുദ്ധം എന്ന് തോന്നാവുന്നത് പോലുമുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒന്നിപ്പിച്ച് നിർത്തുന്ന ചില ഘടകങ്ങളും ഉണ്ട്. അപ്പം ഹിന്ദു മതം എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം ഹിന്ദുക്കളാകണം എന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം ആവശ്യപ്പെടുന്നില്ല. ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം ഹിന്ദുക്കളാകണം എന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം ആവശ്യപ്പെടുന്നില്ല. അവർക്ക് യേശുവിനെ ആരാധിക്കാം, നബിയെ വിശ്വസിക്കാം, അള്ളാഹുവിനെ ആരാധിക്കാം, ഏത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. ഇതിലൊന്നും രാഷ്ട്രീയ സ്വയംസേവക സംഘം എതിരല്ല. പക്ഷേ സാംസ്കാരികമായി നമ്മളെല്ലാം ഹിന്ദുക്കളാണ്. ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും സാംസ്കാരികമായി ഹിന്ദുക്കളാണ്, ദേശീയമായി ഹിന്ദുക്കളാണ്. കാരണം ഈ നാട്ടിൻ്റെ സംസ്കാരത്തിൻ്റെയും ദേശീയതയുടെയും പേര് ഹിന്ദുത്വം എന്നാണ്. വേറൊരു പേരുകൊണ്ടും അത് നാളിതുവരെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദു രാഷ്ട്രം, അതാണല്ലോ ഇതിനെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു ഭാരതത്തെ. ഇതൊക്കെയാണല്ലോ പലരുടെ ആരോപണം. അത് അസംബന്ധമാണ്. കാരണം ഈ നാടിനെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം ഗുരുജി ഗോൾവൾക്കർ വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു രാഷ്ട്രം എന്നത് ഒരു ത്രികാല സത്യം ആണെന്നാണ് ഗുരുജി പറഞ്ഞത്. അതായത് ഇന്നലെ ഇത് ഹിന്ദു രാഷ്ട്രമായിരുന്നു, ഇന്നൊരു ഹിന്ദു രാഷ്ട്രമാണ്, നാളെ ഹിന്ദു രാഷ്ട്രമായിരിക്കും. അങ്ങനെയുള്ള ഒന്നിനെ
പുതിയതായിട്ട് സ്ഥാപിക്കേണ്ട കാര്യമില്ല, ഉള്ളതിനെ സ്ഥാപിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ആ ഹിന്ദു രാഷ്ട്രം ഒരിക്കലും ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല, മതാധിഷ്ഠിത രാഷ്ട്രമല്ല. ഭാരതത്തിന് ഒരിക്കലും മതാധിഷ്ഠിത രാഷ്ട്രമാകാൻ പറ്റില്ല. അതിനൊരു അപവാദം ഉണ്ടായത് ബുദ്ധമതം വന്നതിന് ശേഷം, പ്രത്യേകിച്ച് അശോകൻ്റെ കാലത്ത് ബുദ്ധമതം രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായിരുന്നു. അങ്ങനെ ഒരു കുറച്ചു കാലം ഒരു അപവാദം എന്നുള്ള നിലയ്ക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ സുദീർഘമായ ഈ ഹൈന്ദവ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യത്തിൽ ഒരിക്കലും ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിരുന്നിട്ടില്ല ഭാരതം എന്ന് പറയുന്നത്. ശിവജിയുടെ കാലത്ത് പോലും ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിരുന്നില്ല. എല്ലാ മതത്തിനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പം മതം എന്ന് പറയുന്നത് ദീനദയാൽ ഉപാധ്യായ എന്ന് പറയുന്ന ഏകാത്മ മാനവ ദർശനം, അതായത് ഇന്നത്തെ BJPയുടെ താത്വിക ഗ്രന്ഥമായ ഏകാത്മ മാനവ ദർശനം രചിച്ച ദീനദയാൽ ഉപാധ്യായ മതത്തെക്കുറിച്ച് പറയുന്നത് മതം ടൂത്ത് ബ്രഷ് പോലെ സ്വകാര്യമായിരിക്കണം എന്നാണ്. ഒരാളുടെ ടൂത്ത് ബ്രഷ് അയാൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, അയൽവക്കാരന് ഉപയോഗിക്കാൻ കൊടുക്കില്ല, സുഹൃത്തിന് ഉപയോഗിക്കാൻ കൊടുക്കില്ല എന്നതുപോലെ മതം എന്ന് പറയുന്നത് എൻ്റെ സ്വകാര്യമായ അനുഷ്ഠാനങ്ങളാണ്. അതിനെ സമൂഹ മധ്യത്തിലേക്ക്, തെരുവിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇതുതന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ സംസ്കാരവും ദേശീയതയും അങ്ങനെയല്ല. സംസ്കാരവും ദേശീയതയും നമ്മുടെ ജീവവായുവായി നിൽക്കുന്നതാണ്. അതാണ് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ വലിയ ഘടകമാണ് ഈ സംസ്കാരവും ദേശീയതയും. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായും, മുസ്ലിമിന് മുസ്ലിമായും, യഹൂദന് യഹൂദനായും, പാഴ്സിക്ക് പാഴ്സിയായും ഈ ഭാരതത്തിൽ തുടരുന്നതിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എതിരെയല്ല. എല്ലാവരെയും ഇൻക്ലൂസീവ്നെസ് ആണ് ഹിന്ദുത്വത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. എല്ലാവരെയും ഉൾക്കൊണ്ടു പോകണമെന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും നിലപാട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ഈ പ്രസിദ്ധീകരണങ്ങളോ ചാനലുകളോ ഒന്നും അല്ല, അതിൻ്റെ സ്വയംസേവകർ തന്നെയാണ് പ്രധാന മാധ്യമം. അവരുടെ ജീവിതമാണ്, അവരുടെ നയങ്ങളും പരിപാടികളും അവരുടെ ശൈലിയുമാണ് പ്രധാന മാധ്യമം എന്ന് പറയുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകൻ സമൂഹത്തിലെ ഏത് മണ്ഡലത്തിലെത്തിയാലും അയാൾ എങ്ങനെ അവിടെ പെരുമാറുന്നു, അയാൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാതൃക. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വരുമ്പോൾ അയാൾ എങ്ങനെ പെരുമാറുന്നു എന്നതിൽ നിന്നും കമ്മ്യൂണിസം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു സ്വയംസേവൻ പ്രധാനമന്ത്രിയാകുമ്പോൾ അയാൾ എങ്ങനെയാണ് ലോകത്തോട് സമീപനം സ്വീകരിക്കുക, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരാൾ കളക്ടറായാൽ അയാൾ സമൂഹത്തോട് എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുക, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു പ്രവർത്തകൻ എഞ്ചിനീയർ ആയാൽ അയാൾ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുക, അയാൾ ഒരു കച്ചവടക്കാരനായാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക, ഇതിൽ നിന്നും അയാൾ സംവഹിക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രസിദ്ധീകരണങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് പ്രചാര വിഭാഗം തന്നെ ഇപ്പോൾ ഉണ്ട്. അതിനേക്കാളൊക്കെ ജീവിക്കുന്ന മാതൃക എന്ന് പറയുന്നത്, ജീവിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഓരോ സ്വയംസേവകനും. ആ സ്വയംസേവൻ്റെ ജീവിതത്തിൽ തന്നെയാണ് സംഘത്തിൻ്റെ എല്ലാ ആശയപ്രചരണങ്ങളും നാളിതുവരെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് ഈ മറ്റ് പ്രസിദ്ധീകരണങ്ങൾ പോലെ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല എന്നുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ട് സംഗമം. അല്ല, അതൊരു ശരിയാണ്. അത് ആ കാര്യം ഭാഗികമായി ശരിയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അടക്കമുള്ള ഇന്നത്തെ ഇൻ്റർനെറ്റ് സംവിധാനമൊക്കെ 1990 ശേഷം ഉണ്ടായതാണ്. എല്ലാ കാലത്തും മാധ്യമം ആശയപ്രചരണത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്, കലയും മാധ്യമവും ഒക്കെ. അപ്പോൾ 90 ശേഷം ലോകത്തിലൊരു അതിവിപ്ലവം സംഭവിച്ചു. അത് ശരിക്കും ഒരു ഇൻഫർമേഷൻ റവല്യൂഷനാണ്, ഒരു വിവരവിനിമയത്തിൻ്റെ നൂതന സാങ്കേതിക വിദ്യ. അതാണല്ലോ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടിയാണ് നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയയൊക്കെ വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയൊക്കെ നമ്മുടെ ട്രഡീഷണൽ മീഡിയയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഇന്ന് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആശയം പ്രചരിപ്പിക്കുക എന്നതിനേക്കാളും ചില നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സംഘം ബാധ്യസ്ഥമാണ്. ഈ ആശയം പ്രചരിപ്പിക്കാൻ എപ്പോഴും പ്രവർത്തകന്റെ ജീവിതം തന്നെയാണ് അതിൻ്റെ മാതൃക. പക്ഷേ ചില നിലപാടുകൾ സംഘത്തെ ചില സമയത്ത്, അല്ലെങ്കിൽ സംഘം പ്രതിദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തെ, ദേശീയതയൊക്കെ പലപ്പോഴും വളച്ചൊടിക്കുവാനും അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ കൗണ്ടർ ആർഗ്യുമെൻ്റ് ഉയർത്തേണ്ട സാഹചര്യം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി മാറിയിരിക്കുന്നു. സംഘത്തിൽ ഞാൻ പറഞ്ഞല്ലോ എവല്യൂഷനാണ്. സംഘം തുടങ്ങുമ്പോൾ സത്യത്തിൽ അതിൻ്റെ ശാരീരിക വിഭാഗം മാത്രമാണ് ഉണ്ടായിരുന്നത്, ഫിസിക്കൽ ട്രെയിനിങ്ങിന്. പക്ഷേ ആ ഫിസിക്കൽ ട്രെയിനിങ് തുടങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇൻ്റലക്ച്വൽ ട്രെയിനിങ് ആരംഭിച്ചു, ബൗദ്ധിക വിഭാഗം ആരംഭിച്ചു. ഇന്ന് 6 കാര്യവിഭാഗങ്ങൾ ഉണ്ട്. അതിൽ 6ാമത്തെ കാര്യവിഭാഗം എന്ന് പറയുന്നത് പ്രചാർ വിഭാഗമാണ്. അപ്പോൾ ശാരീരിക വിഭാഗ്, ബൗദ്ധിക വിഭാഗ്, സമ്പർക്ക വിഭാഗ്, സേവാ വിഭാഗ്, ഇങ്ങനെ ഓരോരോ വിഭാഗങ്ങൾ രൂപപ്പെട്ട് ഇപ്പോൾ ഏറ്റവും നൂതനമായ ഒരു കാര്യവിഭാഗം ആരംഭിച്ചിരിക്കുന്നു. അത് പ്രചാർ വിഭാഗമാണ്. ആ പ്രചാര വിഭാഗത്തിലൂടെ സംഘത്തെ പ്രചരിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്.
ചില സംഘത്തിൻ്റെ ചില നിലപാടുകൾ, പ്രത്യേകിച്ച് സംഘത്തിൻ്റെ നിലപാടുകൾ എന്നുള്ളതിനേക്കാളും ദേശീയതയുടെ നിലപാടുകൾ എന്താണ്, ദേശീയമായ മൂല്യങ്ങൾ എന്താണ്, ഇത് ജനങ്ങളിലേക്ക് അതിവേഗം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പ്രചാർ വിഭാഗ് അതിശക്തമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ രംഗത്തും അതിൻ്റെ പ്രവർത്തനം, എല്ലാ സ്റ്റേറ്റിലും എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും വരെ അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ നെറ്റ്വർക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നേരത്തെ മതങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, കൂടുതൽ മതങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പാഴ്സി അതിലൊന്നാണ്. അപ്പോൾ പാഴ്സി മതം എന്ന് പറയുമ്പോൾ പാലിൽ പഞ്ചസാര എങ്ങനെയാണോ അലിയുന്നത് അതുപോലെ ഇവിടുത്തെ സംസ്കാരവുമായും സംസ്കൃതിയുമായും അലിഞ്ഞു ചേർന്ന് പോകുന്ന ഒരു മതമാണ്. പക്ഷേ എല്ലാ മതങ്ങളും അത്തരത്തിലുള്ള ഒരു സമീപനമാണോ ഇവിടെ സ്വീകരിച്ചു വരുന്നത്? അതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സെമിറ്റിക് മതങ്ങൾക്ക് മറ്റ് മതങ്ങളെല്ലാം അബദ്ധമാണ് എന്നൊരു വിശ്വാസമുണ്ട്. ഇപ്പം അതിനൊരു അപവാദം യഹൂദ മതമാണ്. യഹൂദ മതം സത്യത്തിൽ ഈ സെമിറ്റിക് മതങ്ങളുടെ മാതാവാണെങ്കിലും യഹൂദ സമൂഹം ആട്ടി ഓടിക്കപ്പെട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിയെങ്കിലും ഭാരതത്തിൽ അവർക്ക് ലഭിച്ചതുപോലെയുള്ള സ്വീകാര്യതോട്ടത്തിൽ ലഭിച്ചില്ല. അതിന് കാരണം ഇവിടെ ഹിന്ദുത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹിന്ദുത്വം എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നു. അതുകൊണ്ട് അവരിവിടെ സുരക്ഷിതരായി കഴിഞ്ഞു. ആ സുരക്ഷാബോധം അവർക്ക് ഹിന്ദുത്വത്തോടൊരു ബഹുമാനം ഉണ്ടാക്കി. അവരൊരിക്കലും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചില്ല. എന്നാൽ ക്രിസ്ത്യൻ, ഇസ്ലാം മതവിഭാഗങ്ങൾ യഹൂദ മതത്തിൽ നിന്നുണ്ടായ സെമിറ്റിക് മതമാണ്. ഈ സെമിറ്റിക് മതങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരുടെ വിശ്വാസം അവരുടെ വിശുദ്ധ ഗ്രന്ഥം മാത്രമാണ് ശരി, അവരുടെ പ്രവാചകൻ മാത്രമാണ് ശരി, അവരുടെ ആരാധനാലയത്തിലൂടെ മാത്രമേ ദൈവത്തിലേക്ക് എത്താൻ സാധിക്കും. ഈ വിശ്വാസം സെമിറ്റിക് മതങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മറ്റുള്ള മതവിഭാഗങ്ങളെല്ലാം അബദ്ധമാണ് എന്നും ആ മതവിഭാഗത്തെ ഉള്ളവരെ ബലം പ്രയോഗിച്ചോ അല്ലാതെയോ തങ്ങളുടെ മതത്തിലേക്ക് ചേർക്കുക എന്നത് തങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയാണ് എന്നും ഈ സെമിറ്റിക് മതങ്ങൾ വിശ്വസിക്കുന്നു. ഭാരതത്തിലേക്ക് എത്തിയ ഈ രണ്ട് മതങ്ങൾ, ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും, രണ്ടുപേരും വന്നത് രണ്ട് ശൈലിയിലാണ്. ഇസ്ലാം മതം ഇവിടേക്ക് പ്രധാനമായി വന്നത് ആക്രമിച്ചു തന്നെയാണ് വന്നത്. അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് വലിയ പടയോട്ടങ്ങളായിട്ടാണോ, എന്നാൽ കച്ചവടക്കാരായിട്ട് വന്നിട്ടില്ലേ? ഉണ്ട്. അത് പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിലാണോ അറേബ്യൻ കച്ചവടക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ക്രിസ്തു മതം ഇവിടെ വന്നത് എങ്ങനെയാണ്? കച്ചവടക്കാരിലൂടെ വന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി കോളനി വൽക്കരണത്തിന് വേണ്ടി ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതിനു മുമ്പൊന്നും നമുക്കറിയാലോ, ഇവിടെ ആദ്യം വരുന്നത് പോർച്ചുഗീസുകാരാണ്. കടുത്ത മതവാദികളായിരുന്നു. അവരിവിടെ ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല. പ്രത്യേകിച്ച് ഗോവയിലൊക്കെ നടത്തിയ ഗോവൻ ഇൻക്വിസിഷനൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് മതങ്ങളും മതപരിവർത്തനത്തിൽ വിശ്വസിച്ചിരുന്നു. മതപരിവർത്തനത്തിന് ഏതു മാർഗവും അവലംബിക്കാം എന്നും ഈ രണ്ട് മതങ്ങളും വിശ്വസിച്ചിരുന്നു. എന്നാൽ യഹൂദ മതം ഇവിടെ ഒരാളെയും മതം മാറ്റാൻ ശ്രമിച്ചില്ല. അവരിവിടെ സുരക്ഷിതമായി കഴിഞ്ഞു. അവർക്കിന്നും ഭാരതീയരോട്, ഹിന്ദുക്കളോട് ബഹുമാനമുണ്ട്. കാരണം അവർക്ക് സുരക്ഷിതമായി അവരുടെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും ആരാധിക്കുവാനും എല്ലാം സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു സമൂഹമാണിത്. പക്ഷേ മറ്റു രണ്ട് മതങ്ങളും ആ സമീപനം അല്ല സ്വീകരിച്ചത്. പാഴ്സികൾ വന്നതും വേറൊരു പശ്ചാത്തലത്തിലാണ്. പാഴ്സികൾ ഭാരതത്തിലേക്ക് വന്നതും സത്യത്തിൽ അഭയാർത്ഥികളായിട്ട് തന്നെയാണ്. അവരുടെ ഇറാനിലെ അവരുടെ ആരാധനാലയങ്ങൾ ഇസ്ലാം തകർത്തു. അപ്പോൾ അവർ ഭാരതത്തിലേക്ക് വരികയാണ്. അവർക്ക് ഇവിടെ സുരക്ഷിതമായി കഴിയാനുള്ള അവസരം ഒരുക്കി. ആ പാഴ്സി സമൂഹം ഇവിടെ ഈ യഹൂദ സമൂഹം എങ്ങനെയാണോ ഹിന്ദുക്കളോട് ഇടപഴകി കഴിഞ്ഞത്, അതുപോലെ തന്നെ അവരിവിടെ പാലിൽ പഞ്ചസാര പോലെ ചേർന്ന് എന്ന് പ്രവർത്തിച്ചു. പക്ഷേ മറ്റു രണ്ട് സെമിറ്റിക് മതങ്ങളും നമ്മുടെ രാഷ്ട്ര ശരീരത്തിൽ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയും പരിക്കുകൾ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. താങ്കളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ സമൂഹത്തിലേക്ക് കൊടുത്തതാണെന്നുള്ള രീതിയിലുള്ള എതിർവാദങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യവും വിദ്വേഷ പ്രസംഗവും തമ്മിലുള്ള ആ ഒരു അതിർവരമ്പുകൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ? ഞാനായിട്ട് ഇതുവരെയും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ സംവാദങ്ങളാണ്. സംവാദങ്ങൾ ഏറ്റെടുക്കാനുള്ള ബൗദ്ധിക ധൈഷണിക ശക്തിയില്ലാത്ത കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇതിനെയൊക്കെ വിവാദമായി ചിത്രീകരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അവസാനം ഞാൻ വേടനെക്കുറിച്ച് പറഞ്ഞ ചില കമൻറ്റുകളായിരിക്കും, അല്ലെങ്കിൽ ആഹാര സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ കമൻ്റായിരിക്കും. ആഹാര സംസ്കാരത്തെക്കുറിച്ച് ഞാനിപ്പോഴൊന്നുമല്ല, ഞാൻ അവിടെ നടത്തിയ പ്രസംഗം അതിനു മുമ്പ് പല സ്ഥലത്തും നടത്തിയ പ്രസംഗങ്ങളാണ്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ, മറ്റ് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചത് ആ സമയത്ത് മാത്രമാണ്. വേടനെ സംബന്ധിച്ച് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് യാതൊരു വിയോജിപ്പ് അയാളോടില്ല. അയാളുടെ പാട്ടിനോടല്ല എൻ്റെ വിയോജിപ്പ്. ആ പാട്ടിന് പിന്നിലുള്ള രാഷ്ട്രീയത്തോടാണ് എനിക്ക് വിയോജിപ്പ്. അത് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അപകടമാകുന്ന ആശയങ്ങളുടെ പ്രചരണമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ലങ്കയിലെ പുലികൾ ദാഹം തീരാതെ പാഞ്ഞു നടക്കുന്നു എന്ന് പറയുമ്പോൾ
ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച LTTക്കാരെ ഉദാത്തീകരിക്കുന്ന, ഉയർത്തിക്കാണിക്കുന്ന, അവരോട് സിമ്പതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് അതിൽ പറയുന്നത്. അതേപോലെ തന്നെ ബുദ്ധമതം, പരമകാരുണികനായ ബുദ്ധനെ ചോര കുടിച്ച് മതിവരാത്ത ഒരു പ്രതീകമായി ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ ബർമ്മയിലെ ബുദ്ധിസ്റ്റുകളെ ആക്രമിച്ചതിൻ്റെ പേരിൽ അഹിംസാവാദികളായ ബുദ്ധഭിക്ഷുക്കൾ പോലും ആയുധമെടുക്കുന്ന സാഹചര്യത്തിൽ ഒരു മുസ്ലിം വിഭാഗം അവിടെ മാറി, നമുക്കറിയാം. ആ മുസ്ലിം വിഭാഗത്തെ ഉദാത്തീകരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധനെ ചോര കുടിക്കുന്ന ഒരു പ്രതീകമാക്കി മാറ്റുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പം വേടൻ പ്രതിനിധാനം ചെയ്യുന്ന ഇത്തരം ഛിദ്രാത്മക വിഘടന സ്വഭാവമുള്ള രാഷ്ട്രീയത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതിനെയും ചോദ്യം ചെയ്യും. അതൊരു സംവാദമാണ്. അതിനെ വിവാദമായി തെറ്റിദ്ധരിക്കുന്നത് ഒരു സംവാദത്തെ ഏറ്റെടുക്കാനുള്ള ധൈഷണികമായ കരുത്തില്ലായ്മയാണ് കാണിക്കുന്നത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. കേസൊക്കെ വന്നല്ലോ. അപ്പോൾ ഈ വിദ്വേഷ പ്രസംഗവും അതിനെ വിദ്വേഷ പ്രസംഗമായി തെറ്റിദ്ധരിക്കുന്നതാണോ, അല്ലെങ്കിൽ ഭരണകൂടം അങ്ങനെ? വിദ്വേഷ പ്രസംഗം നടത്തിയത് ഞാനല്ല, വേടനാണ്. കാരണം ജമ്മു കാശ്മീരിൽ നടക്കാത്ത ക്ഷേത്രത്തിനുള്ളിലെ പീഡനം നമുക്കറിയാം. എന്താണ് ആസിഫയുടെ അരയുടയ്ക്കുന്ന ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മതവിഭാഗത്തിനെതിരെ വിദ്വേഷ പ്രചരണമാണ് നടത്തുന്നത്. അവിടെ ദൈവം എന്ത് പഴച്ചു? ആസിഫ എന്ന പെൺകുട്ടിയെ ഏതോ കശ്മലൻ മാനഭംഗപ്പെടുത്തിയതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടി ആ മാനഭംഗം നടന്ന ഒരു ക്ഷേത്രത്തിനുള്ളിലാണെന്നും അത് ഹിന്ദുക്കളാണ് നടത്തിയെന്നും ഹിന്ദുക്കളാണെങ്കിൽ അവരെല്ലാം RSSകാരാണ് എന്നും ഇത്തരം ലഘു സമവാക്യങ്ങളിലൂടെ വിദ്വേഷ രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ആരാണ്? അത്തരം രാഷ്ട്രീയ പ്രചരണങ്ങൾ നമുക്കറിയാം. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഹൈദരാബാദിലൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ ഉത്തരവാദി സവർണ ഹിന്ദു രാഷ്ട്രീയമാണ് എന്ന് പറയുന്നു. അയാൾ ദളിതനാണെന്ന് പറയുന്നു. അതിനുശേഷം അന്വേഷിച്ച് വരുമ്പോൾ അയാൾ ദളിതനുമല്ല, അയാൾ ആത്മഹത്യ ചെയ്യാൻ കാരണം ആയിട്ട് ഹിന്ദുക്കളോ ഒന്നും അതിനകത്തൊരു ഘടകം പോലുമല്ല. അപ്പോൾ ഇങ്ങനെ വളരെ ബോധപൂർവം ദേശീയതയ്ക്കെതിരെ, ഹിന്ദുത്വത്തിനെതിരെ, RSSനെതിരെ നുണപ്രചരണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഹിന്ദു സമൂഹത്തിനെതിരെ ആർക്കും എന്തും പറയാം. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു ഡോക്ടർ ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നിരന്തരമായി രാമനെയും സീതയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്, രാമായണത്തെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിസ്ഥാനരഹിതമായി. ഞാൻ പറയുന്നത് സംവാദമാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം. സംവാദങ്ങൾക്ക് വസ്തുനിഷ്ഠതയുണ്ടാവും. ഇത് യാതൊരു വസ്തുനിഷ്ഠതയുമില്ലാതെ, അടിസ്ഥാനവുമില്ലാതെ നിരന്തരം രാമനെയും രാമായണത്തെയും അപഹസിക്കുന്നു. ഈ ശ്യാംകുമാറിന് ഖുറാനെക്കുറിച്ച് ഇതുപോലെ പറയാൻ സാധിക്കുമോ? മുഹമ്മദ് നബിയെക്കുറിച്ച് ഇതുപോലെ പറയാൻ സാധിക്കുമോ? യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ സാധിക്കുമോ? അങ്ങനെ പറയാനുള്ള കരുത്ത് അയാൾക്കുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു മതവിഭാഗത്തെ അടച്ചാക്ഷേപിക്കുക, അപഹസിക്കുക, അത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കുക, എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ വിദ്വേഷ പ്രചരണം. ഇതെവിടുത്തെ നീതിയാണ്? ഇതെവിടുത്തെ ന്യായമാണ്? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. സംവാദ സംസ്കാരം കേരളത്തിന് നഷ്ടപ്പെട്ടു. നാം വിവാദങ്ങളിൽ അഭിരമിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇന്ന് വിവാദങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്നതിൽ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിനും ജിഹാദി പ്രത്യയശാസ്ത്രത്തിനും അവരെ പ്രതിനിധാനം ചെയ്യുന്ന മാധ്യമങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ട്. ആരോഗ്യകരമായ ഒരു സംവാദം നടത്താനുള്ള ത്രാണി ഇന്ന് കേരളത്തിലെ ധൈഷണിക മണ്ഡലത്തിന് ഇല്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ ഇപ്പോൾ ലെഫ്റ്റ് ലിബറൽസ്, അതിപ്പോൾ സിനിമയിലാണെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ, ഇപ്പോൾ വേടൻ, അതുപോലെ ഈ ഒരു ആശയം പിന്തുടരുന്ന ആൾക്കാർ സമൂഹത്തിൽ കുറേ അധികം ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള ആൾക്കാർ അവർ സെക്കുലർ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഹിന്ദു മതത്തെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്, അവരുടെ ആചാരത്തെയും വിശ്വാസങ്ങളെയുമാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ഒരു ഹിന്ദു ഐക്യം വേണമെന്ന ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ RSSൻ്റെ ഭാഗമായിട്ട് RSSൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നു. അങ്ങനെ കൂടുതൽ ശ്രീകൃഷ്ണ ജയന്തി അതുപോലെയുള്ള സാംസ്കാരിക പരിപാടികൾ ഇപ്പോൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ അതിന് പ്രചാരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എതിരെയായിട്ടുള്ള ഒരു പ്രതികരണം എന്ന രീതിയിൽ അതിനെ കാണാൻ സാധിക്കുമോ? ഒരു ഹിന്ദു ഐക്യം ആവശ്യമാണോ? രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്ഥാപക ജന്മലക്ഷ്യം തന്നെ ഹിന്ദു സംഘടന എന്നുള്ളത് തന്നെയാണ്. ഹിന്ദു സമൂഹത്തെ സമൂലം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന് നേരിട്ട എല്ലാ പരാജയങ്ങളുടെയും കാരണം ഈ രാജ്യത്തിൻ്റെ ദേശീയ ജനവിഭാഗമായിട്ടുള്ള ഹിന്ദു സമൂഹം അസംഘടിതരും ശിഥില സ്വഭാവത്തോടുകൂടി നിന്നു എന്നുള്ളതാണ്. അപ്പം അത് ഹിന്ദു സമൂഹം സംഘടിതരായി വരുമ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഹനിക്കപ്പെടാമെന്നൊരു തോന്നലുണ്ട്. മറ്റ് സെമിറ്റിക് മതങ്ങളൊക്കെ സ്വാഭാവികമായും സംഘടിതരാണ്.
അതുകൊണ്ട് അവരൊരു ബാർഗെയിനിങ് പവർ അവർക്കുണ്ട്. അവരൊരു പൊളിറ്റിക്കൽ പവറാണ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ജാതീയമായി വിഘടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ NSSും SNDPയും അല്ലെങ്കിൽ പുലയ മഹാസഭയും ഇങ്ങനെ പല ജാതിയായി വീഴിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഭൂരിപക്ഷ സമൂഹം ഹിന്ദുക്കളാണെന്ന് നമുക്ക് പറയാമെങ്കിലും കേരളം ഭരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഇസ്ലാമിക ശക്തികളോ ക്രിസ്ത്യൻ ശക്തികളോ ഒക്കെയാണ്. പ്രത്യേകിച്ച് വർത്തമാനകാല സാഹചര്യത്തിൽ സമസ്തയാണ് കേരളത്തെ ഭരിക്കുന്നത്. സമസ്തയ്ക്ക് പിന്നിൽ നമുക്കറിയാം ആരൊക്കെയാണുള്ളത്. അത് താലിബാനിസ്റ്റ് ശക്തികളാണ് സമസ്തയ്ക്ക് പിന്നിലുള്ളത്. എപ്പോൾ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, സ്കൂൾ എപ്പോൾ തുറക്കണം, എപ്പോൾ അടയ്ക്കണം, ഏതൊക്കെ ആഴ്ച അവധി കൊടുക്കണം, ഇങ്ങനെ എല്ലാ മേഖലയിലും ഇടപെടുന്ന സമസ്ത പോലെയുള്ള ലീഗ് പോലെയുള്ള സംഘടനകളൊക്കെയാണ് ഇന്ന് കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വിനീത വിധേയരായി വിനയ കുനിയന്മാരായി ഇവിടുത്തെ ഭരണകർത്താക്കൾ നിൽക്കാൻ കാരണം അവരുടെ സംഘടിത വോട്ട് ബാങ്കാണ്. അപ്പോൾ അതിനെ ചെറുക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദു സമൂഹം ജാതിക്ക് അതീതമായി സംഘടിക്കണം. അപ്പോൾ അത് ജാതിക്ക് അതീതമായി സംഘടിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ജന്മകാലം മുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അതിൻ്റെ വേഗം ഒരല്പം കുറവാണ് എന്നേ ഉള്ളൂ. അതിന് പ്രത്യേകമായ ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തെയൊക്കെ ഉല്ലംഘിച്ചുകൊണ്ട് കേരളത്തിലും ഹിന്ദു സമൂഹം സുസംഘടിതമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ രാമായണ മാസവും അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയും ഒക്കെ ഹിന്ദു ബഹുജനങ്ങളെ ഇന്ന് ആകർഷിക്കുകയും അവരെ ഈ ധാരയിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിലും ഹിന്ദു സമൂഹം സുസംഘടിതരായിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ RSS പ്രചാരകനായിട്ട് ഇപ്പോൾ 24 വർഷമായി. അപ്പോൾ ഈ ഒരു ആശയത്തോടുള്ള ആഭിമുഖ്യം എന്നതിൽ കൂടുതൽ എന്താണ് താങ്കളെ ഇതിലേക്ക് സ്വാധീനിച്ചത്? ഏതെങ്കിലും വ്യക്തികളുണ്ടോ? രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലേക്ക് എന്നെ ആകർഷിച്ചത് സംഘത്തിൻ്റെ ശാഖ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ശാഖ നടക്കുന്നുണ്ടായിരുന്നു. ആ ശാഖയിലെ അച്ചടക്കം അതാണ് എന്നെ സത്യത്തിൽ സംഘത്തിലേക്ക് ആകർഷിച്ചത്. സംഘത്തോടൊരു ബഹുമാനം എനിക്ക് ഉള്ളിൽ തോന്നിയെങ്കിലും ഞാൻ അക്കാലത്തൊന്നും ശാഖയിലൊന്നും പോയിട്ടില്ല. പിന്നെ കോളേജ് ജീവിതകാലത്താണ് ഞാൻ ആദ്യമായിട്ട് ശാഖയിൽ പോകുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ അച്ചടക്കത്തിൻ്റെ പ്രവണത സമൂഹത്തിൽ ഇല്ലാത്ത, എന്നാൽ നമുക്ക് ഉണ്ടാകണമെന്ന് തോന്നിയ കുറേ സദ്വികാരങ്ങളും സദ്വിചാരങ്ങളും ഒക്കെ സംഘത്തിലുണ്ടെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ സംഘത്തിലേക്ക് വന്നത്. താങ്കളുടെ 2 കവിതാ സമാഹാരങ്ങൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു കവിയും ഗായകനും സാഹിത്യകാരനും എന്ന നിലയിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കവിത ആലപിക്കാം. കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും കവിതകളൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഒരു കവിത ചൊല്ലണമെന്നുണ്ടെങ്കിൽ തന്നെ നോക്കിയേ ചൊല്ലാൻ പറ്റത്തുള്ളൂ. കവിത എഴുതി മറക്കുക എന്നുള്ളതാണ് എൻ്റെ ശൈലി. അപ്പോൾ അതുകൊണ്ട് അനുവദിക്കുമെങ്കിൽ ഞാൻ നോക്കിച്ചൊല്ലാം. പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിത തന്നെ ആയിക്കോട്ടെ. ഞാൻ രാമജന്മഭൂമിയെക്കുറിച്ചൊരു കവിത എഴുതിയിരുന്നു. അത് വളരെ ചെറിയ കവിത വേണമെങ്കിൽ ചൊല്ലാം. ഗ്രഹണകാലം കഴിഞ്ഞു സൂര്യോദയ പ്രഭയിൽ മുങ്ങിക്കുളിക്കയായി ഭാരതം, പൊടിയിൽ നിന്നുയർന്നേൽക്കുന്ന അയോധ്യയിൽ കനകശോഭയിൽ ശ്രീരാമമന്ദിരം. ഇരുളു തിങ്ങുന്ന രാവണൻ കോട്ടകൾ കുയര രാമബാണങ്ങൾ തീ പെയ്ത നാൾ, അധിനിവേശ ബാബർ മിനാരങ്ങളെ കടപുഴക്കിക്കളഞ്ഞു കർസേവകർ. അതിരു താണ്ടി അണഞ്ഞ മീർബാക്കി തൻ പട തകർത്ത ശ്രീരാമ ജന്മസ്ഥലി, ഉയിർവെടിഞ്ഞു ലക്ഷങ്ങൾ നൂറ്റാണ്ടുകൾ പൊരുതി നേടിക്കഴിഞ്ഞ അയോധ്യാപുരി.